സ്പൈസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഗാർലിക് ചിക്കന്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് പൊറോട്ടയുടെ കൂടെയോ റൊട്ടിയുടെ കൂടെ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു ഡിഷാണ്. ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് ഗൈസ്, ഭയങ്കര ടേസ്റ്റ് ആണ്. ചില്ലി ചിക്കന്റെ വേറൊരു വെർഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക, വീട്ടിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയുള്ള ചിക്കനാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 3 ടീസ്പൂൺ കോൺഫ്ലോർ, നെക്സ്റ്റ് നമുക്ക് 3 ടീസ്പൂൺ മൈദയും കൂടി ആഡ് ചെയ്യാം. രണ്ടും ഒരേ അളവിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 സ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഒരു നല്ല റെഡ് കളർ കിട്ടാനായിട്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതൊരു അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എത്ര നേരം കൂടുതൽ വെക്കുന്നോ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ കഴിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു കടായിലേക്ക് എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഞാനിവിടെ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് നോക്കാം. നെക്സ്റ്റ് ഗ്രേവി തയ്യാറാക്കാനായി കടായിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഗാർലിക് ചിക്കനാണ്. അപ്പോൾ കുറച്ച് ഗാർലിക്ക് കൂടുതൽ ചേർത്താലേ അതിൻ്റെ ഫ്ലേവർ വരുള്ളൂ. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ സവാളയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് വഴറ്റി ഗോൾഡൻ ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു പരുവത്തിലാക്കിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം സോയാ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, 2 ടീസ്പൂണ്. ചിക്കൻ ഞാൻ 300 ഗ്രാം എടുത്തിട്ടുള്ളൂ, അതനുസരിച്ചാണ് ഞാൻ സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ കൂടുതൽ എമൗണ്ടിൽ ചിക്കൻ എടുക്കുമ്പോൾ കൂടുതൽ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോയാ സോസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 സ്പൂണാണ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ സോസിന് ശേഷം നെക്സ്റ്റ് നമുക്കിതിലേക്ക് ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ ഗ്രീൻ ചില്ലി സോസും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സോസുകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കോൺഫ്ലോറിൻ്റെ മിക്സും ചേർക്കുന്നുണ്ട് ഇത് തിക്കാക്കാനായിട്ട്. അപ്പോൾ അതനുസരിച്ച് ഗ്രേവിക്ക് എത്രയാണോ വെള്ളം ആവശ്യം അത്ര ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. കുറച്ച് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഗ്രേവി തിക്കാക്കാനായിട്ട് ഇതിലേക്ക് കോൺഫ്ലോറിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ 1.5 ടീസ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഞാനൊരു 2-3 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേവി ചെറുതായിട്ട് തിക്കാവാൻ സ്റ്റാർട്ടായിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് കൺസിസ്റ്റൻസിൽ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഡൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം ഒരുപാട് വേകേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഗ്രേവി തയ്യാറാക്കിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രേവിയുടെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഗാർലിക് ചിക്കന് ഇച്ചിരി ഗ്രേവി ഉള്ള ടൈപ്പ് കറിയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ ഗ്രേവിയുടെ ഉപ്പൊന്ന് നോക്കുക ചിക്കൻ ആഡ് ചെയ്യുന്നതിന് മുന്നേ, കാരണം നമ്മൾ അതിൽ സോസുകൾ ആഡ് ചെയ്തിരിക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ് കാണും. അപ്പോൾ കുറച്ചുകൂടെ വേണമെങ്കിൽ ആഡ് ചെയ്തതിന് ശേഷം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കനെ ഗ്രേവി കൊണ്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഗ്രേവി എല്ലായിടത്തും കോട്ടാവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റെങ്കിലും ഇതിങ്ങനെ ഇട്ടാലേ ആ സോസ് അതിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. പിന്നെ ഗൈസ്, നിങ്ങളെ കൊതിപ്പിക്കാനായിട്ട് ഞാൻ കുറേ നേരം ഇതിട്ട് ഇളക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് കൊതി വന്നതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ഇതെല്ലാം നിർത്തി വെച്ചിട്ട് കഴിക്കാൻ പോയി ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഗൈസ്, ഈ ഗാർലിക് ചിക്കന് ഭയങ്കര അസാധ്യമായിട്ടുള്ളൊരു ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ചില്ലി ചിക്കനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. വേറൊരു വെർഷൻ തന്നെയാണ് ചില്ലി ചിക്കൻ്റെത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് പൊറോട്ടയുടെ കൂടെയും റൊട്ടിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ തയ്യാറാക്കിയതിൽ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഡിഷ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. So thank you so much for watching my video.